ഹായ് ഗൈസ്, ഉണ്ണിമുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയെന്ന്. മാർക്കോ എന്നുള്ള സിനിമ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ആൾക്കാർ സ്വീകരിച്ച് നമ്മളൊന്ന് പ്രൗഡാക്കിയൊരു മൂവിയാണ്. അപ്പൊ ആ ഒരു ലെവലിൽ ആ ഒരു സ്റ്റാർ പൊസിഷനിലാണ് ഇപ്പൊ ഉണ്ണിമുകുന്ദനുള്ളത്. ഞാൻ 2 ദിവസം മുന്നേ ബ്രോമാൻസ് കാണാൻ പൈങ്കളി കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ PVR തിയേറ്ററിൽ പോയപ്പം അവിടെ ഇട്ടിരിക്കുന്നത് മാർക്കോന്റെ ട്യൂണാണ്. മാർക്കോ വരുമ്പോഴുള്ള BGM ആണ് അവിടെ ഇട്ടിട്ടുള്ളത്. ശരിക്കും ഭയങ്കര പ്രൗഡ്ഫുൾ ആയി തോന്നി ഒരു മലയാളി നിലയിലൊക്കെ. അപ്പൊ എത്രമാത്രം ഓളാണ് മാർക്കോ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഉണ്ണിമുകുന്ദൻ നെക്സ്റ്റ് പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ മലയാളികൾ മാത്രമല്ല ഒറ്റുപോക്കുന്നത്, എല്ലാ ലാംഗ്വേജിലെ ആൾക്കാരും കാത്തു നിൽക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഉണ്ണിമുകുന്ദൻ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പൊ ഭയങ്കര ക്രൂവലായ ഒരു നായകന്റെ സ്റ്റേജിൽ നിന്ന് ഭയങ്കര റൊമാൻറ്റിക് ഐറ്റമായിട്ട് എത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ. അതായത് മാർക്കോ കണ്ടപ്പോൾ എനിക്കൊന്നും ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു ഉണ്ണിമുകുന്ദന്. അത് അമ്മമാർ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഉണ്ണിമുകുന്ദനെ മോനെ പോലെ കാണുന്നതും കുടുംബത്തിൽ ഒരാളെ പോലെ കാണുന്നവരും ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഉണ്ണിമുകുന്ദന്റെ അടുത്ത പടം ഗെറ്റ് സെറ്റ് ബേബിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 21 ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ നേരെ ട്രെയിലറോട് പോവാം. വായോ. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്. ട്രൂലി ഗോഡ്സ് ഗിഫ്റ്റ്. നമ്മൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. I see that we have a gentleman in this class. എന്തിനാ മോനെ നീ ഗൈനക്കോളജി എടുത്ത്? ഇതിനൊക്കെ തന്നെ. നീ ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്താ അത് പറഞ്ഞൂടെ? ഒരു പെണ്ണിന്റെ പ്രശ്നങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ അവന് കഴിയും. പിന്നെ അവന് പഠിപ്പാണ് മെയിൻ. അവന് ഞങ്ങളെ പെൺപിള്ളേരൊന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നിങ്ങളെ പോലുള്ള ഈഗോ സെൻട്രിക് ഷോണിസ്റ്റ് ആൾക്കാരെ ലോകം കാണട്ടെ. ചേച്ചി ആരുടെ ചേച്ചി? നമ്മളീ പാടൊക്കെ പെട്ടിട്ട് ഇതെങ്ങാനും വർക്കൗട്ട് ആയില്ലെങ്കിൽ ആവും. എന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോ ബിന്ദു നിങ്ങളുടെ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഒരു വെസൽ മാത്രമാണ്, ഒരു പാത്രം. ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് ഷീ ഈസ് ദി ആപ്റ്റ് കാൻഡിഡേറ്റ്. അർജുൻ BP ലോ ആണ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുന്ന വിശ്വസിച്ചിരുന്നു. ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഞാൻ. അവരങ്ങ് മറന്നുപോയി. അപ്പൊ നിങ്ങക്ക് ശത്രുക്കളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഒരാൾ അല്പം ഒന്ന് വളരുമ്പോഴേക്കും വെട്ടിയിടാൻ ഒരു 100 പേരെങ്കിലും കാണും. ഏറെ നിങ്ങൾക്കിട്ടാണെങ്കിലും കൊള്ളുന്നത് ഞങ്ങൾക്കിട്ടാണെന്നറിയാവുന്ന ആരും ഒരാൾ. നീ ആരാണ് നിന്റെ വിചാരം? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അല്ല സാർ, എനിക്കൊരു ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഉണ്ണിയേട്ടാ. അപ്പൊ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറായിട്ട് ഉണ്ണിമുകുന്ദൻ വരുന്നത്, ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കുറച്ചൊരു മാർക്കോല് ബുദ്ധിമുട്ടുണ്ടായവർക്കെല്ലാം ഒന്ന് സമാധാനിക്കാനും ഒരുപാട് സ്ത്രീകൾ ആരാധകരുള്ള ഒരാളാണ് ഉണ്ണിമുകുന്ദൻ. അപ്പൊ ഈ ഒരു പടത്തോടു കൂടി അതൊരു ഡബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിഖില വിമലാണ് ഹീറോയിൻ ആയിട്ട് വരുന്നത്. നിഖില വിമലിനെ കാണുമ്പോൾ എനിക്ക് മുന്നേ ഈ മാളികപ്പുറത്തില് കാസ്റ്റ് ചെയ്തപ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ല, കാരണം എല്ലാത്തും സീനില്ല എന്ന് പറഞ്ഞൊരു സീൻ വെച്ച് ആൾക്കാർ ഇപ്പൊ ട്രോളുന്നുണ്ടായിരുന്നു മാർക്കോന്റെ സമയത്ത്. എനിക്ക് അതാണ് ആദ്യം ഓർമ്മ വന്നത്. അപ്പൊ ഉണ്ണിമുകുന്ദനും നിഖില വിമലും കൂടെ പെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ മൂവി ആയിരിക്കും. പിന്നെ സാം സിയസിന്റെ മ്യൂസിക് ഈ ട്രെയിലർ കാണുമ്പോൾ കിടുവായിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ് തരുന്നുണ്ട്. പിന്നെ ഒരു പടത്തിന് ഒരു വൈബ് കൂട്ടാൻ ജോണി ആന്റണി ഉണ്ട്. പിന്നെ വിനയ് ഗോവിന്ദാണ് ഇതിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതായത് കോഹിനൂർ, പിന്നെ കിളിബോയി ഒക്കെ ആസിഫിന്റെ പടം ചെയ്ത പുള്ളിക്കാരനാണ്. കോഹിനൂറിൽ ഒരു നൊസ്റ്റാൾജിക് പടം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടം സംഭവമൊക്കെ അടിപൊളിയായി വന്ന ഒരു പടമാണ്. കിളിബോയി കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ നിവിൻ പോളിനെ വെച്ചിട്ട് താരം എന്നൊരു പടമായിട്ട് വരുന്നുണ്ട്. ഡിസംബർ റിലീസ് ആവാൻ പോകുന്നുണ്ട്. ഇത് കാണുന്നുണ്ട്. അപ്പൊ അതും ഒരു വെയിറ്റിംഗ് ആയ സംഭവമാണ്. എന്തായാലും ഉണ്ണിമുകുന്ദന്റെ ഒരു പെർഫോമൻസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഫെബ്രുവരി 21. അപ്പൊ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടോ? നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ വെയിറ്റിംഗ് ആണോ ഈ പടത്തിന്? ഉണ്ണിമുകുന്ദൻ കലക്കോ ഇല്ലയോ? പടം എങ്ങനെ ഇരിക്കും? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങള് കേട്ടാ. ലൈക്ക് ചെയ്യുന്നില്ല കേട്ടാ നിങ്ങള്, കമന്റ് ചെയ്യണേ. അപ്പൊ അതല്ലോ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യൂ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.